എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്റ്റാർ റാങ്കിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥികൾ രണ്ടുപേരാണ്. ഒന്ന് ഒരു താരപുത്രനും മറ്റൊന്ന് ഒരു സംവിധായക പുത്രനും. താരപുത്രൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്ന ഒരു വ്യക്തിയുടെ മകൻ. സംവിധായക പുത്രനും അതുപോലെ മലയാള സിനിമയിലെ സംവിധായക സൂപ്പർ സ്റ്റാർസിൽ ഒരാളാണ്. സംവിധായകൻ ശ്രീ ഭരതൻ, അദ്ദേഹത്തിന്റെ പുത്രൻ സിദ്ധാർത്ഥും ഒപ്പം മലയാള സിനിമയിലെ കരുത്തുറ്റ നടന്മാരിൽ ഒരാളായ രാഘവന്റെ മകൻ ജിഷ്ണു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിദ്ധാർത്ഥ് ആൻഡ് ജിഷ്ണു. രണ്ടുപേരും എപ്പോ കണ്ടാലും രണ്ടുപേരും ഒരുമിച്ചാണല്ലോ സിനിമയില്. ഞാൻ ഈ നമ്മൾ എന്ന് പറയുന്ന സിനിമ തൊട്ട് ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. ഞാൻ മാത്രമല്ല, എല്ലാ പ്രേക്ഷകരും അല്ലേ ഒരു വിധപ്പെട്ട. എന്താണ് ഈ സൗഹൃദത്തിന്റെ ഒരു രഹസ്യം? നമ്മളെന്ന സിനിമ തുടങ്ങി പിന്നെ അത് എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആയി വന്നതേ ഉള്ളൂ. അത് നമുക്ക് പോലും അറിയില്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോളോയിങ് ഇൻ പ്ലേസ്. ഇൻഫാക്ട് ചെന്നൈയിലും നമ്മൾ നെയ്ബേഴ്സ് ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു അല്ലേ, സ്കൂളിംഗ് മുതൽ ഇങ്ങനെ രണ്ടുപേരും അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ അല്ലല്ല, സീനിയർ ആയിരുന്നു. 7-8 കൊല്ലത്തിന്റെ സീനിയർ. 7 കൊല്ലം സീനിയറാ? ചേട്ടനല്ലേ? ചേട്ടനാണ് ശരിക്കും. ആക്ച്വലി ചേട്ടാന്ന് വിളിക്കേണ്ട ആളല്ലേ? അതെ, പക്ഷെ പുള്ളി ആ ഇത് ആറ്റിറ്റ്യൂഡൊന്നുമില്ല. പുള്ളി ഭയങ്കര ഈക്വൽ ആയിട്ടാണ് ശരിയാണ്. ഇവൻ എന്തൊക്കെയോ പറയുന്നത് വിശ്വസിക്കുക. എന്നെ കണ്ട് 10 കൊല്ലം മൂത്തതാണ്. ഈക്വൽ അല്ലേ ഇപ്പൊ? 20 കൊല്ലത്തിന്റെ രണ്ടുപേരും പറഞ്ഞ തമ്മിൽ ഏകദേശം ഈക്വൽ ഒരു സാമ്യമായി. നിങ്ങള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതുപോലെ റാങ്കിങ്ങിലൊക്കെ പെട്ടിട്ടുണ്ടോ? എന്റെ കോളേജിൽ എനിക്ക് റാങ്കിങ് ഒരു 1-2 ദിവസമൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. എന്തായിരുന്നു റാങ്കിങ്ങില്? ചുമ്മാ ഇത് തന്നെ, സെയിം ഓൾ ഷിറ്റ്. അങ്ങനെ എന്റെ പാട്ടുപാട് ഇല്ലെങ്കിൽ മറ്റേ ബേസിക്കലി എന്നെ ചാടിക്കുമായിരുന്നു. മലയാളീസാണ് എന്നെ പിക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എന്നെ ചാടിക്കുമായിരുന്നു. മറ്റേ കേൾപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഭരതന്റെ പാട്ട് പറയുക എന്താ അതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണെങ്കിൽ ചേട്ടന്മാരില്ല നോക്കുന്നത്. പിന്നെ അവരെയൊക്കെ സോപ്പിട്ടങ്ങ് മാറി. സ്റ്റാർ റാങ്കിങ് ആണ്. അതെ, തുടക്കത്തിന് വേണ്ടി ഞാൻ ആദ്യമേ സോപ്പിട്ട് വെച്ച. എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം എന്റെ ബാച്ചിലർ റാങ്കിങ് കിട്ടിയ എനിക്കാണ്. ഇവിടെ മഹാമോശം ഭക്ഷണമായപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാണ്ടായി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടല്ലോ, അഡ്ജസ്റ്റ് ആയില്ല. ഞാൻ വിശന്ന്, എനിക്ക് എന്തും സഹിക്കാം, വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 10-11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. ഒരു രക്ഷ കഴിച്ചേ പറ്റും. ഉണ്ടെങ്കിൽ മിനി ക്യാൻറ്റീൻ എന്ന് പറഞ്ഞ സംഭവമാണ്. രാത്രി 2 മണി വരെ അവിടുന്ന് നേരെ പോയി മിനി ക്യാൻറ്റീനിൽ പോയി ഭയങ്കര ആരും മനസ്സിലാവാത്ത രീതിയിൽ നേരെ പോയി ഭയങ്കര കൂളായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇറങ്ങാനാവുമ്പോൾ പെട്ടെന്ന് ഒരു സീനിയർ, നിന്നെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, നീ ഏത് ഇയർ? അപ്പൊ ഞാൻ സെക്കൻഡ് ഇയറിൽ ഏത് ബാച്ച്? അപ്പൊ സെക്കൻഡ് ഇയർ, ഇവൻ സെക്കൻഡ് ഇയറിലെ, നിനക്ക് ഇവനെ കണ്ടിട്ടില്ല ഇതുവരെ? പിടിച്ചു. അതോടെയാണ് നേരെ വാ മോനെ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ഇയർ പറഞ്ഞാണ് കുടുങ്ങിയത്. അത് നല്ല രീതിക്ക് ഫൈനൽ ഇയർ ഹോസ്റ്റലിൽ പോയി നല്ലോണം കിട്ടി. ഫൈനൽ ഇയർ ഹോസ്റ്റലിൽ പോയി നല്ല അടിപൊളി റാങ്കിങ് ആയിരുന്നു. കുറച്ച് നാള് നിങ്ങൾ സിനിമയിൽ നായകന്മാരായിട്ട് വന്നു, അല്ലെങ്കിൽ കുറെ നാള് പിന്നെ അതിനുശേഷം ഗ്യാപ്പ് വന്നു, അതിനുശേഷം വീണ്ടും ആക്റ്റീവ് ആയിക്കാണ്. അപ്പൊ ഇതിനിടയിലുള്ളൊരു കാലമുണ്ട്. ആദ്യത്തെ സിനിമയിൽ രണ്ടുപേരും നായകന്മാരായതിനു ശേഷം പെട്ടെന്ന് കുറച്ച് നാള് അത് മനഃപൂർവ്വം ഹൈഡ് ചെയ്താണോ അല്ലെങ്കിൽ മറ്റുള്ളവര് ഹൈഡ് ചെയ്യിപ്പിച്ചാണോ? എനിക്കൊരു സിനിമ കിട്ടാത്തതിന്റെ പ്രശ്നമുണ്ട്. അത് ഒരു സത്യമാണ്, സിനിമ കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ജിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് നമ്മൾ എന്ന ഒരു സിനിമയാണ്. അതിൽ രണ്ടുപേർക്കും വളരെ ഒരു ചോക്ലേറ്റ് ലുക്കായിരുന്നു. നമ്മൾ ഇന്ന് സിദ്ധാർത്ഥിന്റെ ലുക്ക് ആകെ മാറി, താടിയൊക്കെ വെച്ചു, ഒരു സംവിധായകനായി മാറിയത് കൊണ്ട് ഒരു ബുദ്ധിജീവി ലുക്ക് കൊണ്ടുവരാനാണോ ഈ ഒരു മേക്ക് ഓവർ? ഇല്ല, അന്ന് എനിക്ക് 19 മീശ താടിയൊന്നും കിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വെച്ചാണ് കിളിച്ചപ്പോ അത് അങ്ങനെ വെച്ചു. ഷേവ് ചെയ്യാൻ മടിയാണ്, അതുകൊണ്ടാണ്. എന്റെ ചോദ്യം ജിഷ്ണുവിനോടാണ്. കോളേജിൽ വളരെ അടിച്ചു പൊളിച്ച് നടന്ന പെൺകുട്ടികളുടെ വളരെ പാട്ടൊക്കെ പാടി ഒരു ഗായകനും കൂടെ ആണല്ലോ. അല്ല, ഇത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായത്. ആരാണ്? ഞാൻ പാടില്ല. ഞാൻ പാടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ശരിയാണോ ഓടിപ്പോകും, ആടി ഓടിപ്പോകും. ഓക്കെ, അപ്പൊ ആ
കോളേജ് ലൈഫിനെ കുറിച്ച് അങ്ങോട്ട്. എന്റെ ഏറ്റവും നല്ല സമയം അഫ്കോഴ്സ് എല്ലാവർക്കും അങ്ങനെയാണ്, കോളേജ് ലൈഫാണ്. ഇൻഫാക്ട് ഹോസ്റ്റലിലാണ് ഒരു 4 കൊല്ലം താമസിച്ചത്. അപ്പൊ എല്ലാവരും ഇൻഫാക്ട് ദ ഹോൾ കോളേജ് ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത ഒരു സമയം തന്നെയാണ് കോളേജ്. എന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. അവിടുന്ന് മാറി കുറേയൊക്കെ ഇൻഫാക്ട് പഠിത്തം വളരെ കുറവായിരുന്നു, കൂടുതലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനായി മാറിയ എൻ്റെ ഒരു പേഴ്സണാലിറ്റി എല്ലാം മാറിയത് കോളേജും പിന്നെ എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, സിദ്ധാർത്ഥും ജിഷ്ണു ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. സിദ്ധാർത്ഥ് ഒരു പടം ഡയറക്ട് ചെയ്തപ്പോൾ അതിൽ മെയിൻ കഥാപാത്രമായി അവതരിപ്പിച്ചത് ജിഷ്ണുവിനെയാണ്. വേറെ താരങ്ങളെ വിളിച്ചാൽ പൈസ കൊടുക്കണമല്ലോ, അപ്പൊ ജിഷ്ണുവിനെ ആകുമ്പോൾ പൈസ കൊടുക്കാതെ പറ്റിക്കാം. അപ്പൊ ഇങ്ങനെ പറ്റിച്ചത് ജിഷ്ണുവിനെ അറിയാമോ? ഇനി പറ്റിച്ചിട്ടില്ലെങ്കിൽ നിദ്രയുടെ സിനിമയിൽ ജിഷ്ണുവിനെ എത്ര കിട്ടി അതിവിടെ പറയണോ? അത് ഞാൻ പറഞ്ഞ ജിഷ്ണു പെടും, ടാക്സ് ഒക്കെ അടയാനായിട്ട്, അതുകൊണ്ട് പറയണില്ല. പക്ഷെ അവനെ വിളിച്ച് ബേസിക്കലി പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു ഇതിന് മാത്രം അല്ല, ആ സമയത്തിന് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ വന്നത് ജിഷ്ണുവാണ്. ഞാൻ ജിഷ്ണുവിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് ജിഷ്ണു ഇത് ഓൺ ബോർഡ് വരുന്നത്. പിന്നെയാണ് ജിഷ്ണുവിന് വേണ്ടിയിട്ട് നമ്മളത് ഡിസൈൻ കുറച്ച് ട്വീക്ക് ചെയ്ത് കുറച്ച് സാധനങ്ങൾ മാറ്റി. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ആക്സസിബിൾ ആയിരുന്നു ജിഷ്ണു. അറ്റ്ലീസ്റ്റ് ആസ് എ ഫ്രണ്ട് ഐ കുഡ് കോൾ ഹിം ആൻഡ് ഐ കുഡ് ടോക്ക് ടു ഹിം, ടെൽ ഹിം ദാറ്റ് ഐ വാണ്ടഡ് ദിസ്. അല്ലേ? അത് മാത്രമല്ല, ഇൻഫാക്ട് ഞാൻ സിനിമയിൽ ഏകദേശം ഒരു 5 to 6 years ആയി മാറി നിൽക്കും. അപ്പൊ ആ സമയത്ത് സിനിമയിൽ തിരിച്ചു വരാനുള്ള മേജർ കാരണം സിദ്ധാർത്ഥനും സുഗീതുമാണ്. അപ്പൊ അവിടെ കാശ് എന്ന് പറഞ്ഞൊരു വിഷയമേ വരുന്നില്ല. കാരണം നമ്മളിപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അല്ലെ നമുക്കുണ്ടാവുന്ന ജോബ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എന്റെ സുഹൃത്ത് എന്നെ ഡയറക്ട് ചെയ്യുന്നത്. അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, വലിയ വലിയ സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായി ഭയങ്കര ഫ്രീഡത്തോടെ അധികാരത്തോടെ അഭിനയിക്കാനും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സെറ്റ് പോലെ എനിക്ക്